എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് ടു ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ റെഗുലർ വിഭാഗം, അതായത് റെഗുലർ വിഭാഗം എന്ന് പറയുമ്പോൾ പ്ലസ് ടു പരീക്ഷ ആദ്യമായിട്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം, അതായത് കഴിഞ്ഞ വർഷം പ്ലസ് ടു പരീക്ഷ എഴുതി തോറ്റിട്ട് വീണ്ടും ഇപ്പോൾ ജയിക്കാൻ വേണ്ടി പരീക്ഷ എഴുതി, എന്നാൽ ഈ ഒരു പരീക്ഷയും തോറ്റു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ, അപ്പോൾ ഇന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഈ ഒരു പ്ലസ് ടുവിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ, അതായത് മെയ് 23-ാം തീയതി മുതൽ മെയ് 27-ാം തീയതി വരെ ഈ ഒരു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്ലസ് ടു സെയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാം, എത്ര രൂപയാണ് ഫീസ് വരിക, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, എവിടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നത് സംബന്ധിച്ചുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അത് കാണുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ ആർക്കൊക്കെ സമർപ്പിക്കാം എന്നുള്ളത് ആദ്യം പറയാം. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ 2025-ലെ പ്ലസ് ടു പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ പ്ലസ് 1 കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം അതല്ലെങ്കിൽ പ്ലസ് 2 കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റും. അതായത് 2025-ലെ പ്ലസ് ടുവിൻ്റെ അല്ലെങ്കിൽ പ്ലസ് 1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു റിസൾട്ട്, അതായത് ഈ ഒരു പരീക്ഷ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു തരാം. അതായത് 2025-ൽ നടന്ന പ്ലസ് ടുവിൻ്റെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അതുകൂടാതെ തന്നെ നിങ്ങൾ പ്ലസ് 1-ൻ്റെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ അതല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ, അതായത് പ്ലസ് 1 കമ്പാർട്ട്മെൻറ്റൽ അതുപോലെ പ്ലസ് 2 കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് TE മതിയായ മാർക്ക് ലഭിക്കാത്ത എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചില സമയത്ത് നിങ്ങൾക്ക് C+ഓ CO അതല്ലെങ്കിൽ D+ ഒക്കെ കിട്ടിയിട്ടുണ്ടാകും. സാധാരണ കോമൺ ആയിട്ട് വിദ്യാർത്ഥികൾ DO EO കിട്ടിയാലാണ് തോറ്റു എന്നും വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് നിങ്ങളുടെ ഈ ഒരു റിസൾട്ടിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും C ഗ്രേഡും D+ഉം കിട്ടിയ സബ്ജക്റ്റുകളുടെ TE മാർക്ക് കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് TE മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ചില വിദ്യാർത്ഥികൾക്ക് TE മാർക്കും ഗ്രേസ് മാർക്കും ഉണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ TE മാർക്കും ഗ്രേസ് മാർക്കും കൂട്ടിയിട്ട് ടോട്ടൽ മാർക്ക് നോക്കുന്ന സമയത്ത്, അതായത് ഗ്രാൻഡ് ടോട്ടലിലെ TE മാർക്ക് മാത്രമുള്ളവർ TE മാർക്ക് മാത്രം നോക്കുക, TE മാർക്കും ഗ്രേസ് മാർക്കും ഉള്ളവർ TE മാർക്കും അതുപോലെ തന്നെ GM എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു മാർക്കും കൂട്ടിയിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്ക് നോക്കുന്ന സമയത്ത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ ഗ്രാൻഡ് ടോട്ടലിൽ 36 ഉണ്ടോ ഈ ഒരു കൂട്ടിയിട്ട് കിട്ടിയത്, അതുപോലെ തന്നെ ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48 ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക. ഇതില്ലാതെ എല്ലാ സബ്ജക്റ്റും നിങ്ങൾ സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം വേണം. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അതിൽ നിങ്ങൾക്കൊരു ഫോട്ടോ ഒട്ടിക്കാണ്ട് അത് നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എത്ര വിഷയമാണ് പരീക്ഷ ചെയ്യുന്നത് അതിനനുസരിച്ച് ഫീസ് വരുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു ഫീസും അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും നിങ്ങൾ എടുക്കുക. അപ്പോൾ എങ്ങനെ നിങ്ങളുടെ PDF പ്ലസ് ടുവിൻ്റെ റിസൾട്ടിൻ്റെ PDF പ്രിൻ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളത് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ അത് കാണുക. അപ്പോൾ ഇത്രയുമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് വേണ്ടത്. ഇനി എവിടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പ്ലസ് ടുവിൻ്റെ അല്ലെങ്കിൽ പ്ലസ് 1 പ്ലസ് 2 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത ഏത് സ്കൂളിലാണോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഒരു മെയ് 23 മുതൽ മെയ് 27-ാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ മെയ് 27-ാം തീയതിക്ക് ശേഷം പിന്നീട് 28, 29 തീയതികളിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ 600 രൂപ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ഈ ഒരു ഫീസിനോടൊപ്പം എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ മെയ് 27-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു അപേക്ഷ നിങ്ങൾ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിൽ, അതായത് പ്ലസ് ടുവിൻ്റെ അല്ലെങ്കിൽ പ്ലസ് 1 കമ്പാർട്ട്മെൻറ്റൽ അല്ലെങ്കിൽ പ്ലസ് 2 കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷ കൊടുക്കേണ്ടത്. ഇനി വിദ്യാർത്ഥികൾക്ക് ആരൊക്കെയാണ് ഈ ഒരു പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നിങ്ങൾ റിസൾട്ട് നോക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ജസ്റ്റ് നമുക്ക് കെമിസ്ട്രിയുടെ നോക്കാം. കെമിസ്ട്രിയുടെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ പ്ലസ് 1-ന് ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 10 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, TE മാർക്ക് 10 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പ്ലസ് 2 നോക്കുന്ന സമയത്ത് പ്ലസ് 2-ന് 18 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു ചില വിദ്യാർത്ഥികൾക്ക് പ്ലസ് 1 എഴുതണോ പ്ലസ് 2 പരീക്ഷ എഴുതണോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പ്ലസ് 2 പരീക്ഷ എഴുതിയിട്ട് ഇവിടെ കുറവുള്ള മാർക്കും അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മാർക്കും വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ, അതായത് ഒരു ആകെ കെമിസ്ട്രി സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ 36-ലാണ് വരിക. അപ്പോൾ 36 മാർക്കിൽ, അത് ജയിക്കാനായിട്ട് 2 വർഷം കൂടി 36-ആണ് ജയിക്കാൻ വേണ്ടത്. 36-ൽ നിന്ന് 18 മാർക്ക്
അത് 18 അല്ലെങ്കിൽ ഒരു 10 മാർക്ക് കുറക്കുക. 10 മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക അതായത് 26 മാർക്കാണ്. അപ്പോൾ ഈ 26 മാർക്ക് നിങ്ങൾക്ക് +2 സേ പരീക്ഷ എഴുതി വാങ്ങിക്കാനായിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് +2 സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. ഇനി അതല്ല അങ്ങനെ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് 2026 മാർച്ചിൽ നടക്കുന്ന +1ൻ്റെ പബ്ലിക് എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്യാം. അതിൻ്റെ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് മാസത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് +2 സേ പരീക്ഷ എഴുതി ഈ ഒരു 26 മാർക്ക്, അതായത് നിങ്ങൾക്ക് എത്ര മാർക്കാണോ +1ന് കുറവുള്ളത് ആ ഒരു മാർക്കും +2ന് ജയിക്കാൻ വേണ്ട മാർക്കും കൂടി ടോട്ടലായിട്ട് എത്ര വേണം അത് വായിച്ചാൽ മതിയാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ചില വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അതായത് കെമിസ്ട്രി എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് എടുത്തതാണ്. നിങ്ങൾ ഏത് വിഷയമാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ +1 ഇനിയിപ്പോൾ കെമിസ്ട്രി തന്നെ എടുക്കാം. കെമിസ്ട്രിക്ക് ഇപ്പോൾ എനിക്ക് 18 കിട്ടി, എന്നാൽ +2നാണെങ്കിൽ 10 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയെങ്കിൽ ഞാൻ +2 പരീക്ഷ എഴുതുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം +1 ഓൾറെഡി പാസ് ആവേണ്ട മാർക്ക് കിട്ടിയിട്ട് +2ന് മാത്രമേ മാർക്ക് ഇല്ലാത്തതുള്ളൂ. അപ്പോൾ +2ൻ്റെ സേ പരീക്ഷ ഈ ഒരു രീതിയിൽ എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ് എങ്ങനെ പരീക്ഷ എഴുതണം എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിനാണോ ഈ ഒരു TE മാർക്ക് മതിയായ രീതിയിൽ, അതായത് 60 മാർക്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2 വർഷം കൂടി 36 മാർക്ക് കിട്ടാത്തത്, 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48 2 വർഷത്തെ ഗ്രാൻഡ് ടോട്ടലായിട്ട് +1 +2 ടോട്ടൽ നോക്കുമ്പോൾ കിട്ടാത്തത്, ആ ഒരു എല്ലാവിധ സബ്ജക്റ്റും നിങ്ങൾ സേ പരീക്ഷ എഴുതി ജയിക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി ചോദിച്ച പ്രധാനപ്പെട്ട സംശയമായിരുന്നു, എനിക്ക് +1ന് അതായത് കെമിസ്ട്രിക്ക് ഒരു 36 മാർക്കുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 30 മാർക്ക് എടുക്കാം. അപ്പോൾ 30 മാർക്കുണ്ട്. എന്നാൽ +2 നോക്കുന്ന സമയത്ത് അതായത് +2ന് എനിക്കൊരു 10 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. കെമിസ്ട്രി സബ്ജക്റ്റാണ്. കെമിസ്ട്രിയിൽ ജയിക്കാനായിട്ട് നിങ്ങൾക്കറിയാം 36 മാർക്കേ വേണ്ടൂ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ +2 ഞാൻ തോറ്റിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളത്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ 2 മാർക്ക് കൂട്ടുന്ന സമയത്ത് 40 മാർക്ക് കിട്ടും. അതായത് നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നായിരിക്കും. നിങ്ങൾ +2ൻ്റേത് മാത്രം നോക്കുന്ന സമയത്താണ് ഈ ഒരു രീതിയിൽ മാർക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ വിവിധ മത്സര പരീക്ഷകളായിട്ടുള്ള നീറ്റ്, കീമി ഇതുപോലുള്ളതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എഴുതേണ്ട പരീക്ഷ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതേണ്ടത്. അപ്പോൾ ഒരു വിഷയം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിന് മതിയായ മാർക്ക്, അതായത് 36 48 കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു വിഷയങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു സേ പരീക്ഷ എഴുതേണ്ടതാണ്. അതുപോലെ തന്നെ ജയിച്ച വിദ്യാർത്ഥിയാണ് എങ്കിൽ, നിങ്ങൾക്ക് +2ന് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട പരീക്ഷയാണ് ഈ ഒരു +1 അല്ല +2 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ. അപ്പോൾ ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ ഫീസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക്, അതായത് ആദ്യം ഈ ഒരു സേ പരീക്ഷയുടെ നോക്കാം. സേ പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം 6 സബ്ജക്റ്റ് വരെ തോറ്റ സബ്ജക്റ്റ്, അതായത് TE മാർക്ക് 36, അതുപോലെ തന്നെ 80ൽ 48 കിട്ടാത്ത സബ്ജക്റ്റുകൾ, അങ്ങനെ 6 വിഷയം ഉണ്ടെങ്കിൽ 6 വിഷയം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീസ് വരുന്നത് 150 രൂപ പെർ സബ്ജക്റ്റാണ് തിയറി പേപ്പറിന് വരിക. നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ സേ പരീക്ഷ, അതായത് സേ പരീക്ഷയല്ല പ്രാക്ടിക്കൽ പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടില്ല, അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ 175 രൂപ പെർ സബ്ജക്റ്റാണ് വരിക. ഇതോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസാണ് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്, പ്രാക്ടിക്കലിൻ്റെ സേ എല്ലാ വിദ്യാർത്ഥികളും എഴുതണമെന്നുള്ളത്. ഒരിക്കലും എഴുതേണ്ട. നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ പ്രാക്ടിക്കൽ എഴുതിയിട്ടില്ലെങ്കിൽ മാത്രമേ പ്രാക്ടിക്കലിൻ്റെ സേ പരീക്ഷ എഴുതേണ്ടതായിട്ടുള്ളൂ. പ്രാക്ടിക്കൽ സേ പരീക്ഷ ജൂൺ 4, 5 തീയതികളിൽ നിങ്ങളുടെ ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് പരീക്ഷ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, തിയറി പരീക്ഷയ്ക്ക് മാത്രമായിട്ട് 150 രൂപയാണ് വരിക. നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സബ്ജക്റ്റിന് 175 രൂപ പെർ സബ്ജക്റ്റാണ് വരിക. അതുപോലെ നിങ്ങളുടെ ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഈ ഒരു പ്രാക്ടിക്കലിൻ്റെ സേ പരീക്ഷ ഉണ്ടാവും. അത് ജൂൺ 4, 5 തീയതികളായിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതോടൊപ്പം 40 രൂപയാണ് സർട്ടിഫിക്കറ്റ് ഫീസ് വരിക. അതുപോലെ തന്നെ +2 ജയിച്ചിട്ടുള്ള റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്ക്, റെഗുലർ എന്ന് പറഞ്ഞാൽ +2 ആദ്യമായിട്ട് പരീക്ഷ എഴുതി ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സ്പെഷ്യൽ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനിടയ്ക്ക് ഒരു വിദ്യാർത്ഥിക്ക് സ്പെഷ്യൽ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വിദ്യാർത്ഥിക്ക് 2 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. എന്നാൽ സാധാരണ ഓർഡേഴ്സ് ഒന്നും കിട്ടാത്ത ഒരു വിദ്യാർത്ഥിക്ക്, റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾ, അതായത് +2 പരീക്ഷ ആദ്യമായിട്ട് എഴുതിയ വിദ്യാർത്ഥികൾക്ക് +2ൻ്റെ പരീക്ഷയിൽ ഏതെങ്കിലും സബ്ജക്റ്റിന് മാർക്ക് കുറവാണെങ്കിൽ അതിൻ്റെ മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരു വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വിഷയത്തിന് 500 രൂപ പെർ സബ്ജക്റ്റാണ് വരിക. ഇതോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെയിം ഇമ്പ്രൂവ്മെൻറ്റും ഒരുമിച്ച് എഴുതാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, +2 ജയിച്ച ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. തോറ്റൊരു വിദ്യാർത്ഥിക്ക്, അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിന് തോറ്റിട്ടുണ്ടെങ്കിൽ ആ ഒരു തോറ്റൊരു വിദ്യാർത്ഥിക്ക് നിങ്ങൾക്ക് സേ പരീക്ഷ മാത്രമാണ് എഴുതാൻ പറ്റുക. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്, ബയോളജി പരീക്ഷ എഴുതിയാൽ എന്താണ് പറ്റുക. ബയോളജി പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടുണ്ട്
എഴുതിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ബയോളജിയോടൊപ്പം സുവോളജിയും ബോട്ടണിയും നിർബന്ധമായിട്ടും എഴുതേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ മാർച്ചിൽ നടന്നിട്ടുണ്ടായിരുന്ന 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ജൂണിൽ നടക്കുന്ന സേ പരീക്ഷ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ യോഗ്യത ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് +1 കമ്പാർട്ട്മെൻറ്റൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ +1 രജിസ്ട്രേഷൻ ചെയ്താൽ ആ രജിസ്ട്രേഷൻ ചെയ്ത സബ്ജക്റ്റ് +2 അവരുടേത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി രജിസ്റ്റേർഡ് ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ +2 രജിസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് +1 കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ പരീക്ഷാർത്ഥി അതത് വിഷയത്തിലെ ഈ ഒരു TE മാർക്കിൻ്റെ പരീക്ഷ എഴുതിയാൽ മതിയാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പ്രാക്ടിക്കൽ പരീക്ഷ ഇതുവരെ അറ്റൻഡ് ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഏതൊക്കെ വിഷയങ്ങളുടേതാണോ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാത്തത് ആ ഒരു സബ്ജക്റ്റിൻ്റെയൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പ്രാക്ടിക്കൽ പരീക്ഷ സേ പരീക്ഷയായിട്ട് എഴുതേണ്ടതാണ്. പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികൾ ഒരിക്കലും ഈ ഒരു സേ പരീക്ഷ എഴുതേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ സേ പരീക്ഷ എഴുതി നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കമ്പൈൻഡ് സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. അതായത് എല്ലാ മാർക്കും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു യോഗ്യതാ സർട്ടിഫിക്കറ്റ് തരുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ ലിസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ dhsckerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി മെയ് 27-ാം തീയതിയാണ്. അതായത് നാളെ മുതൽ മെയ് 27-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗൾഫ് മേഖലയിൽ +2 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട നിങ്ങൾ ഏത് സ്കൂളിലാണോ ഈ ഒരു +2 പരീക്ഷ ഗൾഫിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്നുള്ള അവിടെ നിന്ന് നിങ്ങളുടെ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ഈ ഒരു ഫോട്ടോ പതിപ്പിക്കേണ്ടതും അത് മാതൃ സ്കൂളിൽ പ്രിൻസിപ്പാൾ സാക്ഷ്യപ്പെടുത്തേണ്ടതും ആണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ 4/6/2025 മുതൽ 5/6/2025 വരെ നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ തിയറി പരീക്ഷ നടക്കുക ഈ ഒരു ജൂൺ 23 മുതൽ ജൂൺ 27-ാം തീയതി വരെ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.